Dr. Bhimrao Ambedkar, economist, politician, social reformer, and the father of Constitution of India. ഭാരതത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സമത്വം, സാഹോദര്യം, ജനാധിപത്യബോധം ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഡോക്ടർ BR അംബേദ്കറുടെ സംഭാവനകളാണ്. പഴയ തലമുറയ്ക്കും ഈ തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും മാത്രമല്ല, ലോകം മുഴുവനും അദ്ദേഹം ഒരു ഇൻസ്പിറേഷനായി തന്നെ നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ ഭാരതത്തിലെ എല്ലാ പാർട്ടികളും, കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റ് എല്ലാ പാർട്ടികളും തന്നെ അംബേദ്കറുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് വോട്ടിന് വേണ്ടി. പക്ഷേ ഇന്നും ഭാരതത്തിലെ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. ഇലക്ഷനിൽ അംബേദ്കറിനെ ദയനീയമായി പരാജയപ്പെടുത്തിയ കോൺഗ്രസ്. അംബേദ്കർ എന്ന മഹത് വ്യക്തിത്വത്തിനോട് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന അസൂയ, വാശി, വൈരാഗ്യം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കറിനെ തോൽപ്പിച്ച കോൺഗ്രസിന്റെ വൈരാഗ്യം അല്ലെങ്കിൽ നെഹ്റുവിന്റെ അസൂയ ഒരു തവണയല്ല, 2 തവണ. പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് അംബേദ്കർ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കാൻ നിന്നു. എന്തിന്റെ വൈരാഗ്യത്തിലാണ് അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തത്? ഇല്ലെങ്കിൽ നെഹ്റുവിയൻ കോൺഗ്രസ് എന്തിന് അംബേദ്കറെ പരാജയപ്പെടുത്തി? 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമായി. പക്ഷെ ഒരു ഇലക്ഷൻ നടത്താനുള്ള സാഹചര്യമല്ല ഭാരതത്തിൽ നിലനിന്നിരുന്നത്. മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഘടിപ്പിച്ചു. പലരും അധികാരങ്ങൾ പങ്കിട്ടു. വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോയി. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്നുള്ള ആശയം എല്ലാവരിലും മുൻപേ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുകയും ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്ക് ഒരു ഭരണഘടന എന്ന ആശയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ ഒരു ഇടക്കാല സർക്കാരായി തന്നെ കരുതി മുന്നോട്ട് പോയി. ഒരു ഇലക്ഷൻ നടത്താൻ പറ്റിയ സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ 15 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ 15 അംഗ കമ്മിറ്റിയിൽ നിന്നും 12 പേർ സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരൊറ്റ വോട്ട് പോലും കിട്ടാതെ ജവഹർലാൽ നെഹ്റു വിഷമിച്ചു. ക്യാബിനറ്റ് മന്ത്രിസഭയിലെ അംഗമായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഭാരതത്തിലെ ആദ്യത്തെ ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്ററായി അധികാരമേറ്റു. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും സാമൂഹിക ഐക്യവും തുല്യതയും നിലനിർത്തുവാനും അംബേദ്കർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിയും നെഹ്റുവും പലപ്പോഴും രാജ്യത്തെ ദളിത് വിഭാഗങ്ങൾക്കുള്ള സംവരണം ഏർപ്പെടുത്തുന്നതിൽ വിമുഖത കാണിച്ചിരുന്നു. ഭരണഘടനയുടെ കാലഘട്ടത്തിൽ തന്നെ അധികൃതർക്കായിട്ട് സംവരണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള അംബേദ്കറുടെ നിർദ്ദേശം ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയാൻ നിരാഹാരം കിടന്നു മഹാത്മാഗാന്ധി. അന്ന് എല്ലാവരും അംബേദ്കറിനെ വില്ലനായി കണ്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, തെരുവുവിളക്കിന്റെ കാലിൽ എന്നെ കെട്ടിത്തൂക്കി കൊന്നാലും എന്റെ ജനങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കില്ല എന്ന് അംബേദ്കർ ഗാന്ധിജിക്ക് വേണ്ടി വാദിച്ചവരുടെ മുഖത്ത് നോക്കി ധൈര്യസമേതം പറഞ്ഞു. ഇത്രയും ധൈര്യവാനായ ഒരാൾ നെഹ്റു ക്യാബിനറ്റ് മന്ത്രിസഭയിൽ ഉണ്ടാവുകയും അദ്ദേഹം ഭരണഘടനയെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ സാമൂഹ്യ നീതിയും സമത്വവും ഉറപ്പുവരുത്താൻ പോരാടുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധം കോൺഗ്രസിന് അല്ലെങ്കിൽ നെഹ്റുവിയൻ കോൺഗ്രസിനുണ്ടായിരുന്നു. ഈ ഐഡിയോളജിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അംബേദ്കറിനോട് വളരെയധികം വിമുഖതയാണ് കോൺഗ്രസ് നേതാക്കളും നെഹ്റു വെച്ച് പുലർത്തിയിരുന്നത്. അംബേദ്കറിനെ പലതവണ ഇവർ അപമാനിച്ചു. ഇതിന് നെഹ്റുവിന് വ്യക്തമായ ഒരു കാരണം കൂടിയുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും ജയിച്ച് ബിരുദമെടുത്ത് വന്നവരാണ് അംബേദ്കറും നെഹ്റുവും. പക്ഷേ നെഹ്റുവിന് കിട്ടിയത് ജെന്റിൽമാൻ പാസും, അംബേദ്കർ അവിടെ ഗോൾഡ് മെഡലോട് കൂടി പാസ്സായി. ജെന്റിൽമാൻ പാസ് എന്ന് വെച്ചാൽ വലിയ വലിയ കുടുംബത്തിലെ ആളുകൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവർക്കൊരു ചെറിയ മോഡറേഷൻ കൊടുത്ത് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു വിടും, തോൽപ്പിക്കാൻ നിൽക്കില്ല. അതാണ് ജെന്റിൽമാൻ പാസ്. പക്ഷെ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ അംബേദ്കറിന് ഗോൾഡ് മെഡലോട് കൂടി പാസ്സാകാൻ പറ്റി. അതിന്റെ ഒരു അസൂയയും നെഹ്റുവിനുണ്ടാകും. ഇത്രയും അപമാനങ്ങൾ ഉണ്ടായിട്ട് പോലും അംബേദ്കർ ക്യാബിനറ്റ് മന്ത്രിസഭയിൽ തന്നെ നിലനിന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭരണഘടനയെ മാറ്റുവാനും മാറ്റിമറിക്കാനും എല്ലാം കോൺഗ്രസ് മന്ത്രിസഭ തീരുമാനിക്കുമ്പോൾ അതിനൊരു എതിരഭിപ്രായം തനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും താനുള്ള ഒരു ക്യാബിനറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത കളയുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എന്ന് അംബേദ്കർ ആഗ്രഹിച്ചു. തുടരെയുള്ള അപമാനങ്ങളും അംബേദ്കറിന്റെ തീരുമാനങ്ങൾ നടപ്പിലാകാതെ വരികയും അംബേദ്കർ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ എല്ലാം തടയിടുകയും ചെയ്തതോടുകൂടി അംബേദ്കർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനമെടുത്തു. അതോടുകൂടി ഭയത്തിലായ നെഹ്റുവിയൻ കോൺഗ്രസ് അംബേദ്കറിനെ എങ്ങനെയും പരാജയപ്പെടുത്തണമെന്നുള്ള തീരുമാനമെടുത്തു. പക്ഷേ
ഉള്ളിൽ അസൂയം പകയും നുരഞ്ഞു പൊങ്ങിയിരുന്ന നെഹ്റുവിയൻ കോൺഗ്രസ് ഗ്യാങ് അംബേദ്കറിനെ തോൽപ്പിച്ചത് വളരെ നാണംകെട്ട രീതിയിലാണ്. അതിന് കാരണങ്ങളുണ്ട്. അംബേദ്കർ ആർട്ടിക്കിൾ 370 എതിരായിരുന്നു. ഭാരതമെന്ന ഒറ്റ രാജ്യം ഏകതയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും കാശ്മീരിന്റെ പ്രത്യേക പദവി അംഗീകരിക്കാനാകുന്നതല്ല. ഇത് രാജ്യത്തിന് വളരെ വലിയ തലവേദന ഉണ്ടാക്കുമെന്ന് അംബേദ്കറിന് അന്നേ അറിയാമായിരുന്നു. നോക്കൂ അതിന്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. എത്രയോളം കുട്ടികൾ കാശ്മീരിൽ നിന്ന് തീവ്രവാദികളായി. 1989 കാശ്മീരി പണ്ഡിറ്റുകൾ ക്രൂരമായി ആട്ടി ഓടിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. ഇതിനെല്ലാം കാരണം അന്ന് ആർട്ടിക്കിൾ 370 എടുത്തു കളയാത്തതാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതിനെ ഇപ്പോഴും കോൺഗ്രസ് എതിർത്തുകൊണ്ടേയിരിക്കുന്നു. അവർ അധികാരത്തിലെത്തിയാൽ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. കാശ്മീരിനെ വീണ്ടും തീവ്രവാദികളുടെ കളമാക്കി മാറ്റാൻ, അതുവഴി നുഴഞ്ഞുകയറുന്ന തീവ്രവാദികൾ ഇന്ത്യയുടെ മാറ് വിളക്കുന്ന രീതിയിൽ ബോംബുകൾ വെച്ച് തകർക്കാനും. നെഹ്റു അംബേദ്കറിനോട് മാത്രമല്ല തന്റെ ക്യാബിനറ്റിനോടും ആ കാലഘട്ടത്തിൽ കാശ്മീരിന് നൽകുന്ന പ്രത്യേക പദവികളും റിസർവേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടേയിരുന്നു. കാശ്മീരിന് പ്രത്യേക പദവി മാത്രമല്ല, പ്രത്യേക ഭരണഘടനയും പ്രത്യേക പതാകയും വരെ ഉണ്ടായി. ആ പതാകയും ഭരണഘടനയും എല്ലാം സംരക്ഷിക്കപ്പെട്ടിരുന്നത് ഭാരതത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. അതിന് പകരമായിട്ട് അവർ ചെയ്തത് പാകിസ്ഥാനിൽ നിന്നും യഥേഷ്ടം തീവ്രവാദികളെ കാശ്മീരിൽ കയറ്റുകയും അവിടെ മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ഹിന്ദുക്കളെ ആട്ടിയോടിക്കുകയും ചെയ്യുകയാണ്. കാശ്മീർ വഴി എത്തിയ പാകിസ്ഥാൻ തീവ്രവാദികൾ അതുവഴി ഇന്ത്യയിലേക്ക് കടക്കുകയും ഇന്ത്യയിൽ നടത്തി വന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിഭീകരമായിരുന്നു. ഇതിനെല്ലാം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ തീരുമാനങ്ങളെ എപ്പോഴും അംബേദ്കർ എതിർത്തിരുന്നത്. അംബേദ്കർ ആർട്ടിക്കിൾ 370 എതിരായിരിക്കുകയും 370 എടുത്തു കളഞ്ഞ് ഭാരതത്തിലേക്ക് കാശ്മീരിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിൽ നെഹ്റു ഏറ്റവും അസ്വസ്ഥമായിരുന്നത് കാശ്മീരിലെ മുസ്ലിങ്ങളെ ഓർത്താണ്. അവിടെയുള്ള ഹിന്ദുക്കളെയോ ബൗദ്ധ മതക്കാരെയോ മറ്റുള്ളവരെ കുറിച്ചൊന്നും നെഹ്റുവിന് സങ്കല്പമേ ഇല്ലായിരുന്നു. അവരെല്ലാം ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്ത് മൗനം പാലിച്ചത് ആ കാലത്തെ നെഹ്റുവിയൻ കോൺഗ്രസ് ചിന്തകൾ കൊണ്ടാണ്. മറ്റൊരു കാരണം അംബേദ്കർ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചിരുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. രാജ്യത്തെ 100% ജനങ്ങൾക്കും ഒരേ സിവിൽ നിയമങ്ങൾ കൊണ്ടുവരിക. ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും നമ്മുടെ വിവാഹം വേർപെടുത്തൽ, സ്വത്ത് നിയമം എന്നിവയെല്ലാം മതങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറാൻ പാടില്ല. ഒരു രാജ്യത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ എല്ലാവരും ഒരേ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം. ഇതും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതാണ്. പക്ഷേ ഭരണഘടന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കുകയും ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവർ ഇന്നും യൂണിഫോം സിവിൽ കോഡിനെതിരാണ്. രാജ്യത്ത് 2 ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്നത് 370 എടുത്തു കളയുന്നതും ഒരുപോലെയാണ്. അവരിന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന 85% ഹിന്ദുക്കളെങ്കിലും ഒരു സിവിൽ നിയമത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അന്ന് അംബേദ്കർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനെ എതിർത്തിരുന്നുവെങ്കിലും ഹിന്ദു കോഡ് ബിൽ എന്ന രീതിയിൽ പല ഘട്ടങ്ങളിലായി ചെറു നിയമങ്ങളായി ഇതിനെയെല്ലാം പാസാക്കി എടുക്കുകയും ഒറ്റ നിയമത്തിനുള്ളിൽ ഭാരതത്തിലെ ഹിന്ദുക്കളെ കൊണ്ടുവരാനും സാധിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും നെഹ്റുവിയൻ കോൺഗ്രസ് ഹിന്ദുക്കളുടെ ഈ യൂണിറ്റിയെയും ഭയന്നിരുന്നു എന്ന് വേണം കരുതാൻ. അംബേദ്കറുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്ത്രീകളുടെ മുന്നേറ്റം. എല്ലാ മതങ്ങളിലും സ്ത്രീകളെ ഈക്വലായിട്ടല്ല കാണുന്നതെന്നതും മുസ്ലിം മതത്തിൽ സ്ത്രീകൾക്ക് 2ാം കിട സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ബോധവും അംബേദ്കറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെയും സ്ത്രീകൾ നിയമത്തിനു മുന്നിൽ തുല്യതയിൽ എത്തുക എന്നുള്ള ആശയവും അംബേദ്കർ എപ്പോഴും നെഹ്റുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. രാജ്യം സ്വതന്ത്രമായ കാലഘട്ടത്തിൽ രാജ്യത്തിലെ അധികൃതരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും സ്ഥിതി വളരെ മോശമായിരുന്നു. ഭാരതീയ സമൂഹത്തിൽ സാമൂഹ്യ നീതി നടപ്പിലാക്കുവാനും ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കുവാനും അംബേദ്കർ ആഗ്രഹിച്ചിരുന്നു. അംബേദ്കർ രാജ്യത്തെ അന്നേ ഐക്യത്തോടു കൂടി നിലനിർത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളെയും നെഹ്റുവിയൻ കോൺഗ്രസ് എതിർത്തു പോന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഏക സിവിൽ കോഡിനെ പറ്റി പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇന്നും സ്വത്തിൽ പാതി അവകാശം മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം മറികടക്കാനും മുത്തലാഖ് പോലുള്ള ഗോത്ര കാലഘട്ടത്തിലെ ആചാരങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും ഇക്വാലിറ്റി നിലനിർത്തുക എന്നുള്ള അംബേദ്കറിന്റെ ആശയം അന്ന് നടപ്പിലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം ഇത്രയും പിന്നോട്ട് പോകില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളെ എല്ലാം തന്നെ നെഹ്റുവിയൻ കോൺഗ്രസ് എതിർത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സെപ്റ്റംബർ 27, 1951 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി നെഹ്റുവിയൻ കോൺഗ്രസും നെഹ്റുവിന് ഒരു കാര്യം മനസ്സിലായി. അംബേദ്കർ എങ്ങനെ ഇലക്ഷനിൽ ജയിച്ച് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ തന്റെ പ്രധാനമന്ത്രി കസേരയ്ക്ക് പോലും അനക്കം തട്ടും. അതുമാത്രമല്ല, അംബേദ്കർ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുകയും ദളിതർക്കും മറ്റു വിഭാഗങ്ങൾക്കുള്ള സംവരണം ഏർപ്പെടുത്തുകയും മതപരമായിട്ട് നൽകാൻ വെച്ചിരിക്കുന്ന പല റിസർവേഷനുകളും അദ്ദേഹം ഒഴിവാക്കുകയും ഇന്ത്യൻ ജനത ഏകീകൃത സിവിൽ കോഡിനുള്ളിൽ ഒറ്റ ജനതയായി മാറും എന്നുള്ളതും കോൺഗ്രസിന്റെ ഭയം തന്നെയായിരുന്നു. അതിന് തെളിവാണ് കോൺഗ്രസ് ഇന്നും ആർട്ടിക്കിൾ 370 നിലനിർത്തുവാനും മുത്തലാഖ് പോലുള്ള ഗോത്ര ആചാരങ്ങളെ നിലനിർത്തണമെന്നും
മുസ്ലിങ്ങൾക്ക് വേണ്ടുന്ന സംവരണങ്ങൾ എങ്ങനെയെല്ലാം നടപ്പിലാക്കണമെന്നും വഖഫ് ബോർഡ് പോലുള്ള നികൃഷ്ടമായ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നതും അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. അന്നേ നെഹ്റുവിന് മനസ്സിലായിരുന്നു അംബേദ്കർ പാർലമെന്റിൽ എത്തുകയും ഭാവിയിൽ പ്രധാനമന്ത്രിയാകുകയും ചെയ്താൽ ഭാരതത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതിക്കൊണ്ട് എല്ലാം കോൺഗ്രസിന്റെ അധീനതയിലാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള തങ്ങളുടെ വീരവാദങ്ങൾ എന്നേക്കുമായി നശിക്കും. അടുത്ത 5 വർഷത്തിനുമേൽ കോൺഗ്രസ് അതിജീവിക്കില്ല എന്നും നെഹ്റുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അംബേദ്കറിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കളിച്ച കളി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തമാശ. ഏറ്റവും നീചമായ രീതിയിൽ അംബേദ്കറിനെ തോൽപ്പിക്കണം, അംബേദ്കർ നാണം കെട്ട് തോൽക്കണം എന്നുള്ളത് നെഹ്റുവിയൻ കോൺഗ്രസിനും നെഹ്റുവിനും ആവശ്യമുള്ള കാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്തത് അംബേദ്കറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, NS കജറോൾക്കർ. +2 പോലും പാസ്സാകാത്ത അയാളെ അംബേദ്കറിനെതിരെ നിർത്തി 14,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുത്തു കോൺഗ്രസ്. ചരിത്രത്തിൽ ഇന്ത്യൻ ഭരണഘടന സമ്മാനിച്ച് ഇന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും, ദളിതർക്കും സ്ത്രീകൾക്കും പോലും തലയുയർത്തി നടക്കാനുള്ള അഭിമാനത്തോടു കൂടി നിൽക്കാനും നമ്മുടെ ഭരണഘടനയിൽ വകുപ്പുകൾ എഴുതി വെച്ച, പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ച ഭാരതത്തിന്റെ ധീരപുത്രൻ അംബേദ്കറിനെ ലഭിക്കാവുന്ന ഏറ്റവും നാണംകെട്ട തോൽവി അത് സമ്മാനിച്ചത് കോൺഗ്രസ്, നെഹ്റുവിയൻ കോൺഗ്രസ്. 1 തവണയല്ല 2 തവണ 1954 നടന്ന ലോക്സഭാ ഇലക്ഷനിലും അംബേദ്കറിനെ ഇതേ രീതിയിൽ തന്നെ പരാജയപ്പെടുത്തി. ഒരുപക്ഷെ ആ ഇലക്ഷനിൽ അംബേദ്കർ ജയിക്കുകയോ ഒരുപക്ഷെ അംബേദ്കർ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആവുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വികസന കുതിപ്പുകളും ഒരു 50 വർഷം മുൻപേ നടന്നേനെ. ഒരു പൊളിറ്റീഷ്യൻ എന്നതിനേക്കാൾ ഉപരി അംബേദ്കർ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. താൻ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടനയിലൂടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അന്യായങ്ങളെയും മാറ്റി സാമൂഹ്യ നീതി ഉറപ്പുവരുത്താം എന്ന് അംബേദ്കർ കരുതിയിരുന്നു. പക്ഷേ തന്റെ അധികാരമോഹവും തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അരക്കെട്ടും തന്റെ കുടുംബാംഗങ്ങളുടെ ഭാവിയും കണക്കിലെടുത്തായിരിക്കണം അംബേദ്കറിനെ എതിർക്കാൻ നെഹ്റു തീരുമാനിച്ചത്. അതിന്റെ ഫലമാണ് ഏകദേശം 60 വർഷത്തോളം ഭാരതം ഭരിച്ച കുടുംബാധിപത്യം. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യങ്ങൾ അവർക്ക് വെറും നേരം പോക്കും വോട്ടും മാത്രമായിരുന്നു. കാലങ്ങൾ ഇത്രയും ഭരിച്ചു. രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ കക്കൂസ് കൊടുത്തതിനെ പോലും കോൺഗ്രസുകാർ കളിയാക്കി. പക്ഷേ രാജ്യത്ത് വിവരമുള്ള ചെറുപ്പക്കാരുണ്ട് എന്ന് കോൺഗ്രസുകാർ മറന്നുപോയി. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തേ കോൺഗ്രസ് ഇത്രയും കാലമായിട്ട് ഒരു കക്കൂസ് പോലും വെച്ച് നൽകിയില്ലേ? എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കക്കൂസ് ഇല്ലാതെ പോയി എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുമെന്ന് കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിൽ തന്നെ എത്രയോ തവണ ഇന്ത്യൻ ഭരണഘടന മാറ്റിമറിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പോലും പറഞ്ഞു, 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി വെച്ച് പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മേതെ നിങ്ങൾ ഭരണം നടത്തി. ഇത്രയും ക്രൂരമായി നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഇന്ത്യൻ ഭരണഘടനയെ കൊല്ല ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇന്ന് ഭരണഘടനയെ പൊക്കിപ്പിടിക്കുന്നു. ഇന്ന് അംബേദ്കറിനെ പ്രിയമുള്ളവനാണ്, ദളിതർക്ക് വേണ്ടി വാദിക്കുന്നു. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരുന്ന അധികൃതരെല്ലാം രക്ഷപ്പെടുത്താൻ സംവരണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള നിയമം കൊണ്ടുവരാൻ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ എന്താണ് ഇത്രയും താമസിച്ചത്? എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ സർവാധിപത്യത്തോടു കൂടി ഭരണം ഇരുന്ന സമയത്തെല്ലാം ഈ നാട്ടിലെ ദളിതർക്കെല്ലാം ജീവിക്കാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല? ഇന്നിപ്പോൾ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം ചെയ്യാനായിട്ട് നിങ്ങൾ കാത്തിരുന്നതാണോ? ഇന്ന് ദളിതർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന നിങ്ങൾ അംബേദ്കറിനെ എത്ര നീചമായി അപമാനിച്ചു എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ഈ കാണിക്കുന്ന നാടകങ്ങളെല്ലാം ഏത് സോറോസ് എഴുതി തന്ന സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ നാട്ടിൽ ഒരു യുവത്വം പൊങ്ങി വന്നു കഴിഞ്ഞു. പണത്തിനോടല്ല, രാജ്യത്തിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം. നിങ്ങൾക്ക് പണത്തിനോടും. നിങ്ങൾക്ക് വേണ്ടത് അടിച്ചമർത്തപ്പെടുകയും ചവിട്ടി മെതിക്കപ്പെടുകയും ചെയ്യുന്ന ദളിതനെയാണ്. അവരുടെ വോട്ടാണ് നിങ്ങൾക്ക് ആവശ്യം. 60 വർഷം ഭാരതം ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നും ഈ രാജ്യത്ത് ദളിതൻ രക്ഷപ്പെടാതെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ തെറ്റാണ്. അംബേദ്കറിനെ നാണം കെട്ട രീതിയിൽ തോൽപ്പിച്ച കോൺഗ്രസ്, നിങ്ങൾ ഒന്ന് മനസ്സിലോർത്തോ, നിങ്ങൾക്ക് ഈ രാജ്യം മാപ്പ് തരില്ല. നിങ്ങൾ എന്തെല്ലാം നാടകം ഈ രാജ്യത്ത് കിടന്ന് കളിച്ചാലും. താങ്ക് യു.